തിരുവനന്തപുരം മണക്കാട് ക്ഷേത്രത്തിലെ പൂജാരിയെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി ക്ഷേത്രം പൂജാരി അരുൺ പോറ്റി ക്ഷേത്ര പൂജകൾ അടക്കം മുടക്കിയ ശേഷമാണ് അറസ്റ്റ് ചെയ്തതെന്നും ചെയ്യാത്ത കുറ്റത്തിൽ അപമാനമുണ്ടായതിൽ ആത്മഹത്യ ചെയ്യുന്നതാണ് ഇതിലും ഭേദമെന്നും അദ്ദേഹം ജനൻ ടിവിയോട് പ്രതികരിച്ചു. ഇന്ന് മെനഞ്ഞാൻ തന്നെ വിളിച്ചിരുന്നു, ഷൺമുഖ എസ് ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ഇന്ന് രാവിലെ 10:30 ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു, സാറേ ഇതുപോലെ 10:30 ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്വേഷണത്തിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊഴിയെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല, വണ്ടി കയറിയേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, സാറേ അമ്പലം നട അടച്ചിട്ട് വന്നാൽ പോരെ, അത് പറ്റില്ല, ഇപ്പം തന്നെ കയറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന് അവമാനം സഹിക്കണേക്കാളും ഇനി ആത്മഹത്യ എനിക്ക് വഴിയുള്ളൂ. വിലങ്ങ് വെച്ചാണ് കൊണ്ടുപോയത്. ഒരു കുറ്റവാളി കുറ്റം ചെയ്തതിന് പോലെയാണ് വിലങ്ങ് വെച്ചാണ് കൊണ്ടുപോയത്. ഇങ്ങനെയാണ് ഒരു പൂജാരിയെ പോലീസ് അപമാനിക്കുന്നത്. അതേസമയം വിഷയത്തിൽ ട്രസ്റ്റിനെ അറിയിക്കാതെയാണ് അറസ്റ്റ് നടന്നതെന്ന് പോലീസിനെതിരെ പരാതി നൽകിയതായും ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് നന്ദകുമാർ പറഞ്ഞു. ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ ഇറങ്ങുന്ന ഒരു അമ്പലമാണ്. അവിടെ വന്ന് പെട്ടെന്ന് ഏത് കുറ്റവാളിയായിരുന്നാലും ഒന്നിൻ്റെ ട്രസ്റ്റിൻ്റെ ഏതെങ്കിലും മെമ്പർമാരെ, സെക്രട്ടറി, പ്രസിഡൻറ്റോ ആരെങ്കിലും വിളിക്കും. ഇതൊന്നും അറിയാതെ പെട്ടെന്ന് ഒരു സംഘം ഈ മോഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുന്ന പോലെയാണ് പോറ്റിയും കൂടി കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു ആരാധന ക്ഷേത്രങ്ങളിൽ ഇവർ ഇങ്ങനെ പോറ്റിയൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഇതിന് ശക്തമായ ഒരു നടപടിയെടുക്കാൻ വേണ്ടി നമ്മൾ അന്ന് അടിയന്തരമായിട്ട് കമ്മിറ്റി കൂടി തീരുമാനിച്ച് അങ്ങനെയാണ് പോറ്റിയിൽ നിന്ന് ഞങ്ങൾ പരാതി എഴുതി വാങ്ങിച്ച് ട്രസ്റ്റിൻ്റെ ഒരു പരാതിയുമായിട്ട് ACPക്ക് വിളിച്ചു വരുത്തി കൊടുത്തു. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കമ്മീഷണർ സ്പർജൻ കുമാർ ജനൻ ടിവിയോട് പറഞ്ഞു. ഈ വാർത്തയുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, ഒരു ക്ഷേത്ര പൂജാരിയാണ്, ആ ക്ഷേത്രത്തിൻ്റെ നട പോലും അടയ്ക്കാൻ അവസരം നൽകാതെ രാവിലെ 10:30 സ്റ്റേഷനിൽ എത്തണമെന്ന് പറഞ്ഞു. പക്ഷേ ആ ക്ഷേത്രം ആ സമയത്ത് അതിനു മുമ്പായി ആ ക്ഷേത്രത്തിലെത്തി പൂജാകർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്ന ഒരു പൂജാരിയാണ് ആ ക്ഷേത്രത്തിൽ നിന്നും പിടിച്ചുകൊണ്ട് പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്നത്. എത്രമാത്രം വേദനാജനകമായ കാര്യമാണ്. ഒന്നുകിൽ ആ ക്ഷേത്രം അടച്ചിട്ട് വരാൻ പറയണം, അല്ലെങ്കിൽ ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചിട്ട് ആ പൂജാരിയെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തണം. ഇതൊന്നുമില്ലാതെ ക്ഷേത്രത്തിൽ പൂജാകർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൂജാരിയെ പരസ്യമായി ജീപ്പ് കൊണ്ടുവന്ന് അതിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നു. ആ പൂജാരി പറയുന്നു ആത്മഹത്യ ചെയ്യുന്നതാണ് ഭേദമെന്ന് പൂജാരി പറയുന്നു. എന്താണ് നാട്ടിൽ നിന്നുള്ള പ്രതിഷേധം? ഈ ക്ഷേത്ര ഭരണസമിതിയുടെ പ്രതികരണം എന്താണ് ശാലിനി? വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വൈകാരികമായി തന്നെയാണ് അരുൺ പോറ്റി വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം കഴിഞ്ഞ മുൻകാലങ്ങളിൽ ജോലി ചെയ്ത ഏകദേശം 1 മാസത്തിന് മുൻപ് അദ്ദേഹം ജോലി ചെയ്ത പൂന്തുറ ഉച്ചമാടൻ ക്ഷേത്രത്തിൽ നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത്. പൂന്തുറ ഉച്ചമാടൻ ക്ഷേത്രത്തിലെ ഒരു പഞ്ചലോക വിഗ്രഹവും ശീവേലി വിഗ്രഹവും കഴിഞ്ഞ മാസം മോഷണം പോയിരുന്നു. ഏകദേശം 1.5 കോടിയോളം വില വരുന്ന വിഗ്രഹങ്ങളാണ് അവിടെ നിന്ന് മോഷണം പോയത്. അതിനുശേഷമാണ് അദ്ദേഹം അവിടെ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ക്ഷേത്രത്തിൽ, മണക്കാടുള്ള മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലേക്ക് ജോലിക്കായി എത്തുന്നത്. ഈ വിഷയത്തിലാണ് ഇവിടെയാണ് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്നുള്ള നിർദ്ദേശം CIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനെത്താമെന്ന് അദ്ദേഹം അരുൺ പോറ്റി സമ്മതിക്കുകയുമായിരുന്നു. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് എല്ലാ രീതിയിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്നലെ വൈകിട്ടോടുകൂടി പൂജാ സമയത്ത് ക്ഷേത്രത്തിലെത്തുകയും മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്ന് അരുൺ പോറ്റിയെ പോലീസ് വിലങ്ങ് വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. താൻ കൃത്യസമയത്ത് സ്റ്റേഷനിൽ എത്താമെന്നും നടപടിയോട് അനുകൂലമായ രീതിയിൽ പ്രതികരിക്കാമെന്ന് പറഞ്ഞപ്പോഴോ അതൊന്നും വകവെക്കാതെയാണ് പോലീസ് ജീപ്പിൽ ഇദ്ദേഹത്തിനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊരു സന്നിധിയിലും നടക്കാത്ത രീതിയിലുള്ളൊരു നടപടി ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ പൂജ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതുണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിന് വളരെ അധികം മനോവിഷമം ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ കുഴപ്പമില്ല, ചെയ്യാത്ത കുറ്റത്തിന് വിലങ്ങ് വെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ മോശക്കാരനാക്കിയാണ് പോലീസ് കൊണ്ടുപോയത് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ട്രസ്റ്റ് പോലും ഒരു കാര്യങ്ങളും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വേണം, രേഖാമൂലം അറിയിപ്പ് ട്രസ്റ്റിന് നൽകിയതിനു ശേഷം മാത്രമായിരിക്കണം ഇങ്ങനെ ഒരു അറസ്റ്റോ മറ്റു നടപടികളോ കൂട്ടിക്കൊണ്ടുപോകലോ അടക്കമുള്ള വിലങ്ങ് വെക്കുന്നത് അടക്കമുള്ള നടപടികൾ നടക്കേണ്ടത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു നടപടിയും ഈ കേസുമായി ബന്ധപ്പെട്ട് പൂന്തുറ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും SIയും നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഏറെ വൈകാരികമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ ട്രസ്റ്റും
അരുൺ പോറ്റിയും സംയുക്തമായി തന്നെ പരാതി പോലീസിന് നൽകിയിട്ടുണ്ട്. ACPക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടിയും അന്വേഷണവും നടത്തുമെന്നുള്ളതാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ ജനം ടിവിയോട് പ്രതികരിച്ചിട്ടുമുള്ളത്. എന്തായാലും വളരെ രീതിയിലുള്ള പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. കാരണം ഒരു കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ അങ്ങനെ വിളിച്ചു വരുത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചിട്ടകളും കാര്യങ്ങളും യാതൊരു ചിട്ടകളും പാലിക്കാതെയാണ് മണക്കാടൻ ക്ഷേത്രത്തിൽ പൂജ നടത്തിക്കൊണ്ടിരുന്ന ഒരു പൂജാരിയെ, കേസന്വേഷണം എന്തുമാകട്ടെ, അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷ നൽകിക്കോട്ടെ, പക്ഷേ അതിനൊക്കെ ഒരു ചട്ടവും ഒരു പ്രത്യേക രീതിയും ഒക്കെ ഉണ്ടല്ലോ. ക്ഷേത്രത്തിൽ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൂജാരിയെ അപ്പാടെ വന്ന് വിലങ്ങ് വെച്ച് പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുക, ക്ഷേത്രം നട അടയ്ക്കാൻ പോലും അവസരം നൽകാതെ കൊണ്ടുപോകുന്ന വളരെ ധിക്കാരപരമായ ധാർഷ്ട്യം നിറഞ്ഞ നടപടി, അത് ഭക്തരുടെ മനസ്സിനെ പോലും വേദന ഉളവാക്കുന്ന നടപടിയാണ്. എന്നാൽ ഇക്കാര്യം അന്വേഷിക്കുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ശാലിനി.